പിക്ക് ലൈൻ ഇട്ടതിന് നല്ല പെയിനുണ്ട്, വീട്ടിലുണ്ട്. മുഖത്തൊക്കെ പാടുണ്ടല്ലേ, ദേഹത്തൊക്കെ ഉണ്ട്, ഭയങ്കര പെയിനാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഈ കിടക്കയിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ വേദന കൊണ്ട് കിടക്കുമ്പോൾ ഞാനൊരു പാട്ട് പാടി ആശ്വസിക്കാറുണ്ട്. എല്ലാവർക്കും നമസ്കാരം. രേണുസുതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ കാണണം. കാരണം ഇന്നലെ ഞാൻ ഒരു പോസ്റ്റ് കാണാനായിട്ട് ഇടയായി. അതിൻ്റെ അകത്ത് രേണുസുതിയുടെ ഫോട്ടോയും വെച്ചുകൊണ്ട് ആത്മാവിന് നിത്യശാന്തി നേരുന്നു, ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ടി, എന്താ പറയുക, ഒരു നായ, അവനെ അങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ, അവന് ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് അവൻ ആ പോസ്റ്റിൽ എഴുതിയിരിക്കുകയാണ് റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അത് എന്താ പറയുക എഴുതി വെച്ചിരിക്കുകയാണ്. ഇവനെയൊക്കെ എന്താണ് പറയേണ്ടത്? എടാ, നിനക്കൊക്കെ കുറച്ചെങ്കിലും ഒരു വിവരം ഉണ്ടോടാ? എന്തായാലും ആട്ട് രേണു ചെയ്ത പ്രവൃത്തികളിൽ വിമർശിച്ചിട്ടുള്ളവരുണ്ടാകാം, രേണു ചെയ്ത തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചവരുണ്ടാവാം. പക്ഷെ നീ ചെയ്തത് എന്താണ്? നീ ഈ കാണിച്ചത് എന്ത് തന്തയില്ലായ്മയാണ്? സത്യമല്ലയോ എൻ്റെ പൊന്നു പ്രേക്ഷകരെ? നിങ്ങൾ തന്നെ പറ, ഇങ്ങനെയൊക്കെ എഴുതി വിടാമോ? അവിടെ നീ റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞുകൊണ്ടും അത് ആദരാഞ്ജലികൾ പറഞ്ഞുകൊണ്ടും ആത്മാവിന്റെ നിത്യശാന്തി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വീഡിയോ ഇടാൻ മാത്രം, അല്ലെങ്കിൽ പോസ്റ്റ് ഇടാൻ മാത്രം അത്രയ്ക്ക് അധംപതിച്ചു പോയോ? നീ നിന്റെ റീച്ചിന് വേണ്ടിയാണെങ്കിലും ഈ ഒരു പണത്തരം കാണിക്കരുത്. അയ്യടാ, ഇവനെ നിങ്ങളൊന്ന് കണ്ടു നോക്കി. അവന്റെ വീഡിയോയ്ക്ക് താഴെ നിരവധി ആൾക്കാർ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. എല്ലാം ഇവനെ തെറി വിളിച്ചുകൊണ്ടാണ്. അങ്ങനെ കമന്റ് ഇട്ടും ആൾക്കാർ റിപ്പോർട്ട് അടിച്ചും അവന്റെ ചാനൽ പൂട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നോക്കുമ്പോൾ അവന്റെ ഈ ചാനലിൽ ഇല്ല. എന്തായാലും ഈ വൃത്തികെട്ടം കാണിച്ചതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എൻ്റെ പൊന്നു പ്രേക്ഷകരെ? ഇവനെതിരെ ആൾക്കാർ കമന്റ് ഇട്ട് ഇവനെ അങ്ങ് പൊങ്കാല ഇട്ട് കളഞ്ഞു. അത്രയ്ക്ക് ആൾക്കാർ വെറുത്തുപോയി. ഇവന്റെ മറ്റേ വീഡിയോയും പോസ്റ്റുകളും ഒക്കെ ഒന്ന് കണ്ടു നോക്ക്, ഇവനെ കണ്ടു നോക്ക്. ആൾക്കാർ അതിൻ്റെ അകത്ത് ഇവന്റെ ഫോട്ടോയും വെച്ച് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവൻ കുറെ റീലുകളും കുറെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. വേണ്ടേ, ഇവനാണ് ആ ആള്, ഈ പരന്നറി. ഇവനൊക്കെ വേറെ പണിയൊന്നുമില്ല. എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. എടാ, വാക്കുകൾ കൊണ്ട് വിമർശിക്കാം, രേണു ചെയ്ത തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ തോന്നിവാസം കാണിച്ചു വെക്കണോ? ഇപ്പൊ എന്തായാലും ആ രോഗത്തോട് മല്ലിടുന്ന ഒരു കൊച്ചു തന്നെ അല്ലയോ അത്? അപ്പം ആ രോഗത്തിൽ കിടക്കുമ്പോൾ ഇങ്ങനത്തെ വാർത്തകൾ ഉണ്ടാക്കി വിടുന്നത് അത് നിന്റെ തന്തയില്ലായ്മ തന്നെയാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ കഴിഞ്ഞ ദിവസം രേണു ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിട്ട് മറ്റേ ആ പിക്ക് ലൈൻ ഇട്ടിട്ട് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതൊന്ന് കണ്ടു നോക്കി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പിക്ക് ലൈൻ ഇട്ടതിന് നല്ല പെയിനുണ്ട്, വീട്ടിലുണ്ട്. മുഖത്തൊക്കെ പാടുണ്ടല്ലേ, ദേഹത്തൊക്കെ ഉണ്ട്, ഭയങ്കര പെയിനാണ്. അപ്പം ഇവിടെ രേണു പറയുന്നുണ്ട് ഭയങ്കര പെയിനുണ്ട്, പിന്നെ മുഖത്തൊക്കെ പാടുണ്ടെന്ന് പറയുന്നു. ഈ പാടൊക്കെ വരാനുള്ള കാരണം മറ്റേ ഗ്ലൂത്താത്തോണൊക്കെ കുത്തിക്കയറ്റിയതിന്റെ ഭാഗമായിട്ടുണ്ടായതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം എന്തൊക്കെയാണ് ഈ അസുഖം അറിഞ്ഞു വെച്ചിട്ടാണ് ഈ രേണു ഈ ഗ്ലൂട്ടാത്തോണും അതോടൊപ്പം തന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയത്. ഇതൊക്കെ വല്ല റിയാക്ഷൻ ആകുന്നുണ്ടോ എന്നുള്ളതും അറിയത്തില്ല. ഇപ്പൊ റേഡിയേഷന്റെ സമയവും അതോടൊപ്പം തന്നെ കീമോയുടെ സമയത്തിലൂടെയൊക്കെയാണ് രേണു കടന്നു പോകുന്നത്. ഇപ്പൊ ഇനി കീമോ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അപ്പോഴൊക്കെ ഇനി റിയാക്ഷൻ അടിക്കുന്നൊന്നും അറിയത്തില്ല. ഇതുവരെ ആ ഒരു പാട് കണ്ടിട്ടില്ലായിരുന്നു. എന്തായാലും ബാക്കി സത്യം പറഞ്ഞാൽ ഈ കിടക്കയിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ വേദന കൊണ്ട് കിടക്കുമ്പോൾ ഞാനൊരു പാട്ട് പാടി ആശ്വസിക്കാറുണ്ട്. നിങ്ങൾക്ക് പലർക്കും ഈ പാട്ട് അറിയായിരിക്കും, എങ്കിലും ഞാൻ എൻ്റെ രീതിയിലൊന്ന് പാടാം. ഇങ്ങനെ വേദന അനുഭവിക്കുന്നവർക്ക് ചിലപ്പോൾ ആശ്വാസമാകുമായിരിക്കുമല്ലോ. ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല കേട്ടോ. രോഗമെന്നെ പീഡിച്ചൻ, ദേഹം ക്ഷയിച്ചാലുമേ, രോഗമെന്നെ പീഡിച്ചൻ, ദേഹം ക്ഷയിച്ചാലുമേ, വേഗം വരുമെന്നാഥൻ, ദേഹം പുതുതാക്കിടാം, വേഗം വരുമെന്നാഥൻ, ദേഹം പുതുതാക്കിടാം. യേശുവിനടിസ്ഥാനം ആശയവനിലത്തെ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കേട്ടല്ലോ. രേണുവിന്റെ വേദനയിൽ രേണു സമാധാനം കണ്ടെത്തുന്നത് പാട്ടുകളിലൂടെ പ്രാർത്ഥനകളിലൂടെയാണെങ്കിൽ അത് എത്രയോ നല്ലതാണ്. നല്ല രീതിയിൽ തന്നെ പാട്ട് പാടുന്നുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ രേണുവിനെ എന്താ പറയുക വലിയൊരു ഫൈറ്ററായിട്ടൊക്കെ ആൾക്കാർ കണക്കൂട്ടുന്നുണ്ട്. അത് മാത്രമല്ല, രേണു മാത്രമാണ് ഈ ക്യാൻസർ ബാധിത എന്ന രീതിയിലൊക്കെ ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല, നിങ്ങൾ ഈ RCCയിലോട്ടും അതോടൊപ്പം തന്നെ ഈ പറയുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലോട്ടൊന്ന് പോകണം. രേണു മാത്രമല്ല, രേണുവിനെന്ന് പറയുമ്പോൾ ഫെയിം ഉണ്ട്. രേണുവിനെ സഹായിക്കാനായിട്ട് നിരവധി ആൾക്കാരുണ്ട്. അസുഖ ഭാരപ്പെടുന്ന, വീട്ടുകാർ പോലും തിരിഞ്ഞു നോക്കാത്ത എത്രയോ ആൾക്കാരുണ്ട്. അവരൊക്കെ അല്ലേ റിയലി ഫൈറ്റർ? അല്ല രേണു ആണോ? രേണു കാണിച്ചു വെച്ച ഓരോ വൃത്തികേടുകളുമാണ് ആൾക്കാരെ ചൂണ്ടിക്കാണിച്ച് രേണുവിനെ വിമർശിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആൾക്കാർ ഒന്നും മിണ്ടുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല.
കാരണം ഇപ്പോൾ ഇവരൊരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഇപ്പോൾ ഇവർ ആരോടും ഒന്നിനും പോകുന്നില്ല. ഇവരുടേതായിട്ടുള്ള സന്തോഷങ്ങളിലൂടെയും ഇവരുടേതായിട്ടുള്ള ദുഃഖങ്ങളിലൂടെയും ഇവർ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെ പൊക്കോട്ടെ. പക്ഷെ പലരും വന്നിട്ട് ഇവർ വലിയ ഫൈറ്റർ ആണെന്നും ഇവരെന്തോ മറ്റേ എന്താ പറയാ അങ്ങ് നല്ലവരാണെന്നും എന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കുന്നവരുണ്ട്. ഇവരെ നെഗറ്റീവ് പറഞ്ഞവർ പോലും ഇപ്പോൾ ഇവരെ എന്താ പറയാ ഇവർ നല്ലവരാണ് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലും ഇവർ ചെയ്ത പ്രവൃത്തി നമ്മൾ ഇന്നേ വരെ ന്യായീകരിക്കത്തുമില്ല. പക്ഷെ ഇവർക്ക് ഇങ്ങനെ ഒരു രോഗം വന്നതിനോട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്, മാനസികമായിട്ടും ബുദ്ധിമുട്ടുണ്ട്. പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഈ രേണുവിന്റെ കൂട്ട് തന്നെ ക്യാൻസർ ബാധിതയായിട്ടുള്ള ഒരാൾ എന്റെ ഫാമിലിയിലുണ്ടെന്നും കഴിഞ്ഞ ദിവസം രേണുസുതി ഫസ്റ്റ് അവിടെ കീമോയ്ക്ക് വേണ്ടി പോയപ്പോൾ മരുന്നും പിടിച്ചോണ്ട് പോകുന്നത് അവർ കണ്ടു എന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഓക്കെ, രേണുസുതി അന്ന് പോയതും പോയിട്ടിറങ്ങി വരുന്നതും ഒക്കെ അവർ കണ്ടിരുന്നു. അപ്പോൾ ഈ അവർ അവിടെ വെച്ച് പലപ്പോഴായിട്ട് കാണുന്നുമുണ്ട്. ഈ രേണു പോകുമ്പോൾ അവർ കാണുന്നുണ്ട്. ഓക്കെ, ഈ പറയുന്ന രേണു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ. അതായത് എന്തായിരുന്നു പറഞ്ഞത്, ഞാൻ ഈ സബ്സ്ക്രിപ്ഷൻ ഒക്കെ ചെയ്തത് ഈ രോഗം അറിഞ്ഞു വെച്ചോണ്ടാണ്, അതിനുവേണ്ടിയാ ചെയ്തതെന്ന്. അപ്പൊ പ്രിയങ്ക എന്ന് പറഞ്ഞ ഒരു മേഡം, നിങ്ങൾക്ക് അറിയാമായിരിക്കും, മുമ്പെല്ലാം ഈ രേണുവിനെ വിമർശിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ്. അവർ പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കി. ഇത് കേൾക്കുമ്പോൾ എനിക്ക് 100% ഇവർ പറഞ്ഞ ഈ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ട് ഇതിന്റെ അഭിപ്രായം എന്ന് പറയണേ. പറ്റൂല, ഞാൻ മെസ്സേജ് ഒന്നും ചെയ്യാറില്ല. നമുക്ക് ഷോക്കഡായിരുന്നു, നമുക്കറിയില്ല. പക്ഷെ അതിനകത്ത് പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്കിപ്പോഴും യോജിപ്പില്ല. കാരണം എന്താ അറിയോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് എങ്ങനെ ചെയ്ത് അതൊന്നും ഒന്നും ആവശ്യമില്ല. നമ്മുടെ കേരള ജനത ഒരു ക്യാൻസർ കാര്യങ്ങൾ വന്ന ഒരു സ്ത്രീ ഇതുപോലെ കുറേ പോസിറ്റീവ് കുട്ടിക്കുണ്ട്, ജോലി ചെയ്ത് ജീവിക്കുന്നു, ഇതൊക്കെ ഉണ്ട്. അതിന് സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സഹായിക്കും. എത്ര രൂപ വേണം, ഒന്ന് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവരൊക്കെ കൊടുത്തില്ലേ. ന്യായമായിട്ടുള്ള കാര്യത്തിന് എന്താണ് കേരളത്തിലുള്ള ജനങ്ങളെ സഹായിക്കാത്തത്? അതിനൊന്നും ഒരു പ്രശ്നമില്ല. നമ്മളൊക്കെ കൂടി ഉണ്ടാവും, എല്ലാ കാര്യങ്ങൾക്കും കൂടി ഉണ്ടാവും. ആവശ്യപ്പെട്ടാൽ ഞങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കും. പ്രാർത്ഥനയുണ്ട് ഞങ്ങളുടെ. കാരണം വേഗം എല്ലാം സുഖപ്പെട്ട് അവൾ തിരിച്ചു വരട്ടെയാണ്. ഇത്രയേ ഉള്ളൂ. നമുക്കൊന്നും ആരോടും വൈരാഗ്യമൊന്നുമില്ല മോനെ. എന്ത് വൈരാഗ്യം? എന്താ കറക്റ്റ് അല്ലേ? 100% കറക്റ്റ് ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും. ഇവർ പറഞ്ഞത് ശരിയല്ലേ? കാരണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ പൈസ കൊണ്ട് ഇവർ ചികിത്സ ചെയ്യാൻ പോകുന്നു, അതിനുവേണ്ടി നാക്കിട്ട് കാണിക്കുകയും അത് പരിപാടിയൊക്കെ കാണിച്ചതൊക്കെ ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. ഇവർക്ക് അസുഖം ഉണ്ടെങ്കിൽ ഇവര് നല്ല ഫേമിൽ നിൽക്കുന്ന ഒരാളാണ്, ഇവരെ സഹായിക്കാൻ വേണ്ടി നിരവധി ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ രോഗം ബാധിച്ച് നിരവധി ആൾക്കാർ പൈസയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട്. അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ചുമ്മാ വന്നൊന്ന് പറഞ്ഞാൽ മതി, ഇവർക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടും. അതോടൊപ്പം തന്നെ ഇവർക്ക് ചികിത്സയുടെ കാര്യമായാലും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ലൊരു ചികിത്സയും കിട്ടും. മറ്റുള്ളവർക്ക് കിട്ടത്തില്ലെന്നല്ല, ഇവർക്ക് കുറച്ചുകൂടെ ചിലപ്പം എന്താ പറയുക കുറച്ചുകൂടെ നല്ല രീതിയിൽ കിട്ടുമായിരിക്കാം. അപ്പോൾ ഇവിടെ ഈ മേഡം പറഞ്ഞ പോലെ തന്നെ ഇവര് അങ്ങനെ ഒരു തൊഴിൽ ചെയ്ത് മാത്രം ഇവരുടെ അസുഖത്തിനുള്ള പൈസ സമ്പാദിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തെറ്റാണ്. ഇവരിപ്പോൾ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോ ഇടുന്നുണ്ട്, നല്ല രീതിയിൽ റീച്ച് പോകുന്നുണ്ട്. ഇത് തന്നെയായിരുന്നു നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത്. നിങ്ങൾ അതിനകത്ത് വീഡിയോ ഇട്, നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ അതിൽ നിന്ന് വരുമാനം കിട്ടും. ആ വരുമാനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം പുലർത്താം. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കഷ്ടങ്ങളും സുഖങ്ങളും അതിനകത്ത് വീഡിയോ ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് നല്ല പൈസ കിട്ടുമെന്ന് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇവർക്ക് അതൊന്നും പറ്റത്തില്ല. ഇൻസ്റ്റാഗ്രാമിന്റെ അകത്ത് മറ്റേ സാധനം ചെയ്താൽ മാത്രമേ ഇവർക്ക് പറ്റത്തുള്ളൂ. പിന്നെ ഇവർ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നൊക്കെ വിളിച്ച് പറഞ്ഞ് ഇവർ നെഗറ്റീവ് ഇവർ സ്വയമേ ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ വിമർശിച്ചവരൊക്കെ ഇപ്പൊ തെറ്റുകാരും ഇവരിപ്പം നല്ല ആൾക്കാരുമായി മാറിയിരിക്കുകയാണ്. കുഴപ്പമില്ല, വിമർശിച്ചവരൊക്കെ തെറ്റുകാരായിക്കോട്ടെ. പക്ഷെ ഇവരൊന്നും ചെയ്തിട്ടില്ല, ഇവർ പുണ്യവതിയാണെന്നൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും രേണുവിന്റെ ഫോട്ടോ വെച്ചിട്ട് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞു ആത്മാവിന് നിത്യശാന്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഉണ്ടാക്കിയിട്ട അവനെ ഉണ്ടല്ലോ, അവന് തക്കതായിട്ടുള്ള ഒരു ശിക്ഷ കിട്ടണം. അത് വേണ്ട കാര്യം തന്നെയാണ്. എന്താണ് പ്രേക്ഷകരെ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും